ഹായ് ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കില്ലേ? ഉണ്ണിക്ക് പനിയൊന്നും മാറിയിട്ടില്ല, മാറണുള്ളൂ. മുഖം മൊത്തം കുരുവായിട്ട്, ചൂട് കുരുവായിട്ട്. പിന്നെ എനിക്ക് ശരീരത്തിൽ സൂചി കുത്താൻ ഇടമില്ല, അങ്ങനെ ചൂട് കുരുവാണ്. ഭയങ്കരമായിട്ട് ചൂട് കുരു. വീട്ടിൻ്റെ വെളിയിൽ ഇറങ്ങാറില്ല. പിന്നെ മറ്റേ തട്ടുകടയില്ലല്ലോ, മറ്റേ ഗ്യാസ് കിട്ടാൻ വഴിയിൽ എനിക്ക് ബുക്കില്ല. മറ്റേ വലിയ വലിയ ഹോട്ടലിലേക്കൊക്കെ ബുക്കുണ്ടെങ്കിൽ ഗ്യാസ് കിട്ടുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. പക്ഷേ എനിക്ക് ബുക്കില്ലാത്ത കാരണം ഗ്യാസ് കിട്ടാൻ വഴിയില്ല. അപ്പം അങ്ങനെ ഇരിക്കുന്നു. പിന്നെ എന്തൊട്ടാണ് നമ്മുടെ സമൂഹത്തിൽ എന്ന് പറഞ്ഞാൽ എൻ്റെ കാര്യം തന്നെ ഞാൻ ആദ്യം പറയട്ടെ. കാരണം എന്താ പറയുക, ഞാനന്ന് വിഷു തുണി വേണമെന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ എല്ലാവരും എടുത്തുമാണ് പറഞ്ഞത്. ഇപ്പോൾ പെണ്ണുങ്ങളല്ല, ആണുങ്ങളാണെങ്കിലും ഇപ്പോൾ അച്ഛൻ്റെ പ്രായമുള്ള ആരും മേടിച്ചു തന്നാലും ഞാൻ മേടിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതെൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. എനിക്ക് ആരും തരാനില്ല. അപ്പോൾ ഇപ്രാവശ്യം എനിക്ക് എന്നിട്ട് വിഷുത്തുണി ഇല്ലെന്തായാലും പഴയതൊക്കെയാണ്. ഞാൻ പഴയതല്ല, എപ്പോഴും എടുത്തത്. ജോലിക്ക് പോയപ്പോൾ അങ്ങനെ ഓരോ വീട്ടുകാർ നമുക്ക് സാരിയൊക്കെ എടുത്ത് തരും, പോയിട്ടുണ്ടെങ്കിൽ തിരിച്ചുകൊണ്ട് വരുമ്പോൾ. അപ്പോൾ അങ്ങനെയുള്ള സെറ്റ് സാരിയൊക്കെയാണ് ഞാൻ ഈ പ്രാവശ്യം എടുത്തത്. അപ്പോൾ അങ്ങനെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ പെണ്ണുങ്ങൾ കേടുവരാനുള്ള കാരണം പറഞ്ഞാൽ കൂടുതൽ ഈ ആണുങ്ങൾക്ക് പകുതി, അതായത് നല്ലവരുണ്ട് കേട്ടോ. ഞാൻ എപ്പോഴും ആണുങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്നതാണ്. പെണ്ണുങ്ങളെക്കാട്ടി നല്ലവർ ആണുങ്ങളാണെന്ന് പറഞ്ഞിട്ട് ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ പകുതി ആണുങ്ങൾ ഒരു സൈസ് വിടം കുറഞ്ഞ ആൾക്കാരാണ്. ഇപ്പോൾ എനിക്ക് ഈ തട്ടുകടയില്ലാത്ത കാരണം ഇപ്രാവശ്യം ഞാൻ വാടക കൊടുത്തിട്ടില്ല. അപ്പോൾ ഞാനിപ്പോൾ അവിടെ പോയി പറഞ്ഞിട്ട് വന്നാണ് വാടക 2 ദിവസം കഴിഞ്ഞിട്ട് എടുക്കാമെന്ന് പറഞ്ഞിട്ട് വന്നിരിക്കുകയാണ്. ഇല്ല, കൊടുത്തിട്ടില്ല ഞാൻ. അപ്പം നമ്മളിപ്പോൾ അത് ആരെടുത്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവരെന്നെ ഉടനെ എന്താ ചോദിക്കുന്നത് അറിയോ? എൻ്റെ കൂടെ വരുമോ, അല്ലെങ്കിൽ ഫോൺ നമ്പർ ഇതായോ, അല്ലെങ്കിൽ രാത്രി വിളിക്കുക, ഇങ്ങനെ ഉള്ള വീടുകളൊക്കെയാണ് സംസാരിക്കുക. പിന്നെ പ്രത്യേകിച്ചിട്ട് ഈ കല്യാണം കഴിഞ്ഞ് ഒരുവിധം ആയിക്കഴിഞ്ഞാൽ പെണ്ണുങ്ങളുടെ അടുത്ത് എല്ലാ ആൾക്കാരും അങ്ങനെ ചോദിക്കുന്നത്. നമുക്കതിനൊന്നും വലിയ താല്പര്യമില്ല. പിന്നെ ഈ പെണ്ണുങ്ങളൊക്കെ രാത്രി ഇപ്പോൾ ഈ ഓൺലൈൻ ഇത് കൂടുതലാണല്ലോ നമ്മുടെ ഇതിൽ. അവരൊക്കെ അങ്ങനെ ആകാൻ കാരണം എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ നന്നായിട്ട് നടക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ രേണുസുദിനെ ഒരുപാട് കുറ്റം പറഞ്ഞിട്ടുണ്ട്. രേണുസുദ് ജയിലുകളിൽ എവിടേക്കോ എന്തൊക്കെയോ ഒരു ശരിയുണ്ട് എന്നെനിക്കൊരു തോന്നലാണ് ഇപ്പോൾ. കാരണം അവളുടെ ഭർത്താവ് മരിച്ചു, അവൾ അങ്ങനെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അവൾക്ക് ജീവിക്കാൻ പറ്റുമായിരുന്നു? പറ്റില്ല. അപ്പം ആ ഒരു വീട് വെച്ച് കൊടുത്തു, അവൾക്കത് സന്തോഷമായി. ഇപ്പം എനിക്ക് ഒരു വീടില്ലാത്തതിൻ്റെ ഒരു വിഷമം അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഉള്ള ആൾക്കാർക്ക് അത്, ഇല്ലാത്ത ആൾക്കാരില്ല എന്ന് പറയുമ്പോൾ അതിനെപ്പറ്റി ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ അത് ഇല്ലാത്ത ആൾക്കാർക്ക് അത് മനസ്സിലാവുള്ളൂ, വീടില്ല എന്നുള്ളതിൻ്റെ. ഇപ്പോൾ വീടുണ്ടെങ്കിൽ എനിക്ക് വാടക